ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചെന്താമര ലോക്കപ്പിനുള്ളിൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് വലത് ഭാഗത്തെ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്. അതായത് പോലീസ് പറഞ്ഞു വിശക്കുന്നു എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുത്ത ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ലോക്കപ്പിനുള്ളിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. മിനിൽ തുടരാം. എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ഹാജരാക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും വലിയ ജനരോക്ഷമുള്ളപ്പോൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി മാത്രമേ പോലീസിന് ചെന്താമരയിൽ പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അതൊക്കെ ഒരുക്കിയ ശേഷമായിരിക്കും ഈ കോടതി നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ സ്റ്റേഷനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ ലോക്കപ്പിന് പുറത്തിരുന്ന് അകത്തുള്ള ചെന്താമരയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ്. അതായത് പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിന് മുന്നോടിയായി പ്രതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിലായ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്ക് പോലീസ് പോയിരിക്കുന്നു. ചെന്താമര കൂടുതൽ ദൂരം പോയിട്ടില്ല. ഈ പോത്തുണ്ടി വനമേഖല പ്രദേശത്ത് തന്നെ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെ ആ വീടിന്റെ പരിസരത്ത് പോലീസിന്റെ പിക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ രാത്രിയുള്ള തെരച്ചിലുകൾക്കിടയിൽ ആ കാട്ടിൽ ഇത്രയും സമയം മറഞ്ഞിരുന്ന ചെന്താമര ആ ഇരുട്ടിന്റെ മറവിൽ പുറത്തേക്ക് വന്നപ്പോൾ കൃത്യമായും പോലീസിന്റെ കൈകളിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് ഈ അറസ്റ്റടക്കമുള്ള നടപടികൾ ഉണ്ടായത്. നമ്മൾ ഈ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തേക്ക് നമ്മൾ ആ രാത്രി സമയത്ത് എത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഈ കേസന്വേഷണത്തിന്റെ ചുമതലയുള്ള ആലത്തൂർ ഡിവൈഎസ്പി അടക്കമുള്ള സംഘം പുറത്തൊരു സ്വകാര്യ വാഹനം തേടി നിൽക്കുകയാണ്. നമ്മുടെ വാഹനത്തിനാണ് അദ്ദേഹം ആദ്യം കൈ കാണിക്കുന്നത്. അതിൽ കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാഹനം മാറിപ്പോയി. തൊട്ടു പുറകിൽ വന്ന മറ്റൊരു വാഹനത്തിലായിരുന്നു അദ്ദേഹം പോകേണ്ടിയിരുന്നത്. ഉടനെ ആ വാഹനത്തിൽ കയറി അവർ പോകുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പോത്തുണ്ടി ഭാഗത്തേക്ക് പിന്നാലെ പാഞ്ഞത്. ആ സമയത്താണ് നമ്മൾ ഈ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളടക്കം നമ്മുടെ ക്യാമറയിലേക്ക് വന്നത്. എന്തായാലും പുറത്ത് പ്രതിഷേധിക്കുന്നവരുമായി അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അവരുടെ ആളുകളെയൊക്കെ തന്നെ അകത്തേക്ക് വിളിച്ച് നിങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോകരുത്, കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസ് നൽകുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് പുറത്ത് ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഒരു 10-30ഓളം പേർ സംഘടിച്ച് നിന്ന് ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവസാനിക്കുന്നില്ല. അതാണ് പോലീസിനൊരു വലിയ തലവേദനയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരെ അങ്ങോട്ടേക്ക് ടീഷർട്ട് ഇട്ട ആളെയൊക്കെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തതാണോ? അവരൊക്കെയാണോ നാട്ടുകാരെ പ്രതിനിധീകരിക്കുന്നത്? ഒരു സമവായ ശ്രമം വിജയം കാണുമോ? സമവായ ശ്രമം വിജയം കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതിഷേധം അധിക സമയം കൊണ്ടുപോകുക എന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആദ്യഘട്ടത്തിൽ വന്നത്രയും ആളുകൾ ഇപ്പോഴില്ല. വീണ്ടും ഗേറ്റ് തള്ളി തുറന്നിരിക്കുകയാണ് പ്രതിഷേധക്കാർ. അതായത് ഈ ഗേറ്റ് യഥാർത്ഥത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു ഗേറ്റിന്റെ ഒരു പാളി യഥാർത്ഥത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അത് പോലീസ് അത് ചാരി വെച്ച് ആളുകളെ പ്രതിരോധിച്ച് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോലീസിന്റെ സ്റ്റേഷന്റെ ഗേറ്റ് 2 വശത്തേക്കും റെയിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ടൈപ്പ് ഗേറ്റാണ്. ആ ഗേറ്റ് ഒരു വശത്തേക്കുള്ള ഗേറ്റ് എന്തായാലും അതിന്റെ പാളി തുറന്ന് പറയുകയും ചെയ്തല്ലോ. പൊതുമുതൽ നശിപ്പിച്ചതിന് അടക്കമുള്ള കേസെടുക്കും, ആളുകളെ പിടിച്ച് അകത്തിടുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെയാണ്. ആളുകൾ ഇനിയും ഇങ്ങനെ ഒരു പ്രതിഷേധ സ്വഭാവം തുറന്നാൽ പോലീസിന് അടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും അല്ലേ? 2 വട്ടം ഈ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശി അവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ വഴങ്ങിയില്ല, അവർ തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് ഏതായാലും ഒരു സമന്വയത്തിന്റെ പാതയിലേക്ക് വന്ന് പരമാവധി പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചു കൊണ്ടുപോകുക എന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ജനങ്ങളെ സംബന്ധിച്ച് അതും ഒരുപാട് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയോ പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പോലീസിന് പിന്നെ സ്വാഭാവികമായിട്ട് നിയമ നടപടി ആ രീതിയിൽ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ അക്കാര്യങ്ങൾ കൂടി പരിഗണിക്കും. വൈകാരികമായൊരു പ്രതിഷേധവും പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമാണ്. കാരണം അത്രയേറെ ആശങ്കയും ഭയപ്പെടുത്തുന്ന സാഹചര്യവും ഒക്കെ ഈ കൊലപാതകങ്ങൾ ആ നാട്ടിൽ ഉണ്ടാക്കിയെന്നത് വസ്തുതയാണ്. ജനങ്ങൾ കൂടി ചേർന്നാണ് പോലീസിനെ തെരച്ചിലിൻ്റെ ഒപ്പം കൂടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഒരു പ്രതിയെ പോലീസ് കൊണ്ടുവരുമ്പോൾ അയാളെ വിട്ടുതരൂ, ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നൊക്കെ ആളുകൾ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പോലീസിനത് വിട്ടുകൊടുക്കൽ സാധ്യവുമല്ലല്ലോ. പോലീസ് നിയമം പാലിച്ചേ മതിയാകൂ. നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ആര് അതിനെ തുനിഞ്ഞാലും പോലീസിന് പിന്നീട് അതിൻ്റെ ഉതകുന്ന നിയമ നടപടികൾ സ്വീകരിക്കാനും അവർ നിർബന്ധിതരാകും. അപ്പോൾ കൂടുതലൊരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ്
സ്വാഭാവികമായും നല്ലത്. ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ അതേ നിലയിൽ തന്നെ പോലീസും പരിഗണിക്കുന്നുണ്ടാകും. പക്ഷേ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തള്ളി തുറക്കുക, പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള ഒരു ശ്രമം ഒക്കെ ഉണ്ടായാൽ പോലീസ് പിന്നെ നിയമ നടപടികൾ തന്നെ അവരുടെ മുന്നിലും നിർവാഹമുള്ളൂ. അത് ഒരുപക്ഷെ ലാത്തിച്ച കുറച്ച് ബലപ്രയോഗം എന്ന നിലയിലേക്ക് തന്നെ ആദ്യഘട്ടത്തിൽ പോകും. അതാണ് നമ്മൾ കണ്ടത്, ലാത്തി ചാർജും പേപ്പർ സ്പ്രേ പ്രയോഗവും ഒക്കെ. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളിൽ ലോക്കപ്പിനുള്ളിൽ ചെന്താമര ഇരിക്കുന്നു. അയാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അയാളിൽ വലിയ ഭാവഭേദങ്ങളൊന്നുമില്ല. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴും കൂസലൊന്നുമില്ലാതെയാണ് അയാൾ നിന്നത്. ചെയ്തതിലൊരു കുറ്റബോധമോ ഒന്നും അയാളുടെ മുഖത്ത് നിഴലിക്കുന്നില്ല. ഭാര്യയെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്ന നിലയ്ക്കുള്ള ഒരു വിവരങ്ങൾ കൂടി അയാൾ പങ്കുവച്ചതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ലോക്കപ്പിനുള്ളിൽ അയാളുടെ ചോദ്യം ചെയ്യലും പുരോഗമിക്കുമ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധവും ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ചിന്താമരയുടെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാണ്.